അതിൻ്റെ കുറച്ച് പോർഷൻസ് മൊഡ്യൂൾ 1-നകത്തും ബാക്കിയുള്ള പോർഷൻസ് എന്ന് പറഞ്ഞാൽ A to Z അല്ല, ബാക്കി നമുക്ക് ആവശ്യമായിട്ടുള്ള പോർഷൻസ് മൊഡ്യൂൾ 2, 3, 4-നകത്താണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സോ ലെറ്റ് സ്റ്റാർട്ട്. പൈത്തൺ ആസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. എന്താണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? കുറച്ചുകൂടി സിമ്പിൾ ആക്കുകയാണെങ്കിൽ എന്താണ് ഒരു ലാംഗ്വേജ്? രണ്ട് മനുഷ്യർ തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് രണ്ട് പേർക്ക് അറിയുന്ന ഒരു ഭാഷയിൽ വേണം സംസാരിക്കാൻ. ഇപ്പോൾ ഒരാൾ ഇംഗ്ലീഷും ഒരാൾ മലയാളം മാത്രം അറിയുന്ന ആളുകളാണെങ്കിൽ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ രണ്ടുപേർക്കും കോമൺ ആയിട്ട് ഏതെങ്കിലും ഭാഷ അറിയെങ്കിൽ മാത്രമേ അവർ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ആംഗ്യം കാണിക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതി ഉപയോഗിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാവില്ല. അതേ സ്ഥാനത്ത് രണ്ടുപേരും മലയാളികളാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും കൂടി സംസാരിക്കാനായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഭാഷയുണ്ട്, അതായത് കോമൺ ആയിട്ടുള്ള ലാംഗ്വേജ് ഉണ്ട്. വി ക്യാൻ കോൾ ഇറ്റ് ആസ് മലയാളം. അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടറും ഒരു മനുഷ്യനും തമ്മിൽ സംസാരിക്കുമ്പോഴോ രണ്ടുപേർക്കും നേരത്തെ പറഞ്ഞ പോലെ രണ്ടുപേർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു ഭാഷ വേണം. ആ ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജ് ആയ ഇംഗ്ലീഷോ മലയാളമോ പറ്റില്ല, മറിച്ച് കമ്പ്യൂട്ടറിന് അറിയുന്ന ഭാഷ നമുക്കും അറിയണം. കമ്പ്യൂട്ടറിന് ഒരുപാട് ഭാഷകൾ അറിയാം. കമ്പ്യൂട്ടറിന് C അറിയാം, CPP അറിയാം, C# അറിയാം, പൈത്തൺ അറിയാം. അങ്ങനെ കുറേ ലാംഗ്വേജിൽ നമുക്ക് കമ്പ്യൂട്ടറിനോട് സംസാരിക്കാൻ പറ്റും. സോ അതിലേതെങ്കിലും ഒരു ഭാഷ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിനോട് സംസാരിക്കാം. കമ്പ്യൂട്ടറിനോട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ കമ്പ്യൂട്ടറിനോട് സംസാരിക്കുന്നത് ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണ് സംസാരിക്കുക. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആർ കോൾഡ് ബൈ ദ നെയിം അൽഗോരിതം. ഇനി പൈത്തണിൻ്റെ കുറച്ച് ഹിസ്റ്ററി നോക്കിയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രോഗ്രാമിലേക്ക് കടക്കാം. 1991 കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റായ ഗൈഡോ വാൻ റസം പൈത്തൺ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. പൈത്തണിൻ്റെ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് വരുന്നത് ഇപ്പോൾ ഏറ്റവും ബൂമിങ് ടെക്നോളജീസിൽ വരുന്നത് AI, ഓട്ടോമേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ പൈത്തൺ ആപ്ലിക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ വെബ് ഡെവലപ്മെൻറ്റിലും അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പൈത്തൺ യൂസ് ചെയ്യാറുണ്ട്. പൈത്തൺ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്, കാരണം ഒരുപാട് ലെവൽ ഓഫ് അപ്ലിക്കേഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. ബട്ട് അതുപോലെ തന്നെ ഇച്ചിരി സിമ്പിളാണ് കമ്പാരിറ്റീവ്ലി CPP ഒക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. സോ ഇതിനകത്ത് ഞാൻ പിന്നെയും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അപ്പം നിങ്ങളെല്ലാം വായിക്കുക. അപ്പം ഇത്രയാണ് പൈത്തണിൻ്റെ ചരിത്രം. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രോഗ്രാമിങ്ങിലേക്ക് കടക്കാം. സോ അടുത്ത ടോപ്പിക്കാണ് വാരിയബിൾസ് ഇൻ പൈത്തൺ. അതായത് വാരിയബിൾ എന്ന് പറയുന്നത് ടിപ്പിക്കലി യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ടാണ്. സോ ദിസ് ഇസ് ദ ഡെഫിനിഷൻ. We use variables to store data in computer memory. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഡാറ്റ എന്ന് പറയുന്ന ടേം നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കാർഡ് ഉറച്ചാൽ പോലും നിങ്ങളുടെ ഡാറ്റ അവിടെ ജനറേറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം മേടിച്ച് കഴിഞ്ഞാൽ അവർ എന്ത് ചോദിക്കും? ബില്ല് വേണമെങ്കിൽ നമ്പർ ചോദിക്കും. സോ അതെന്ന് പറയുന്ന ഒരു ഡാറ്റയാണ്. സോ നമ്പർ, ഫോൺ നമ്പർ അതെന്ന് പറയുന്ന ഒരു ഡാറ്റയാണ്. നിങ്ങളൊരു അപ്ലിക്കേഷൻ ഫോം, ഡിജിറ്റൽ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേര് അവിടെ കൊടുക്കും, അത് ഡാറ്റയാണ്. 3, ആ ഫോമിൻ്റെ അവസാനം ആ ഫോമിനകത്തൊരു എഗ്രിമെൻ്റ് വായിച്ചിട്ട് നിങ്ങൾ ഒബേ ചെയ്യുന്നുണ്ടോ, യെസ് ഓർ നോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ദാറ്റ് ഈസ് ഓൾസോ എ ഡാറ്റ. ഐ എം കോളിംഗ് ഇറ്റ് ആസ് ബൂൾ, ട്രൂ ഓർ ഫോൾസ്. സോ ഇതെല്ലാം ഡാറ്റയാണ്. അതായത് ഈ ഫോൺ നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 0 to 9 നമ്പർ. നെയിം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടർ. സോ ഇറ്റ് ഈസ് കോൾഡ് എ സ്ട്രിങ്. അതായത് കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടറിനെയാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഈ മെമ്മറി എന്ന് പറയുന്ന വേർഡ് എടുത്താൽ അതിലൊരു ക്യാരക്ടർ പറയാൻ പറഞ്ഞാൽ Y ഈസ് എ ക്യാരക്ടർ, ദിസ് R ഈസ് എ ക്യാരക്ടർ. ഇതിനെ മൊത്തമായിട്ടാണ് നമ്മൾ എന്ത് പറയുക? സ്ട്രിങ് എന്ന് പറയാം. മെമ്മറി എന്ന് പറയുന്ന ഈ വേർഡ് നമ്മൾ പ്രോഗ്രാമിംഗ് വേയിൽ നമ്മൾ പറയുക സ്ട്രിങ് എന്നാണ്. ഇതിൽ ഓരോ Y, R ഇവരെ ഓരോരുത്തരെയും നമ്മൾ ക്യാരക്ടേഴ്സ് എന്ന് വിളിക്കും. സോ എ സ്ട്രിങ് ഈസ് നത്തിങ് ബട്ട് എൻ അറേ ഓഫ് ക്യാരക്ടേഴ്സ് ഓർ എ കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടർ. സോ നെയിം എന്ന് പറയുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി എ സ്ട്രിങ്. ബൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ യെസ് ഓർ നോ കണ്ടു, അതിന് ഞാൻ ട്രൂ ഓർ ഫാൾസ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. സോ ഡാറ്റ എന്ന് പറയുന്നത് ഇവരെല്ലാം നമുക്ക്
നമ്മുടെ കോഡിനകത്തോട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇവരെല്ലാം നമ്മൾ എങ്ങോട്ട് മാറ്റണം? കമ്പ്യൂട്ടർ മെമ്മറിയിലോട്ട് മാറ്റണം. കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിങ്ങിൽ, അതായത് നിങ്ങളുടെ പ്രോഗ്രാം ഇന്ററാക്ട് ചെയ്യുന്ന മെമ്മറി എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ് മെയിനായിട്ട്. ഒന്ന് സി പി യുവിനകത്തുള്ള രജിസ്റ്റേഴ്സ്, അത് നിങ്ങൾക്ക് ആർക്കും അധികം ഫെമിലിയർ ആയിക്കൊള്ളണമെന്നില്ല, ബട്ട് ഫെമിലിയർ ആയിട്ടുള്ള ഒരെണ്ണമാണ് റാം എന്ന് പറയുന്നത്. മോസ്റ്റ്ലി റാമിനകത്താണ് കാര്യങ്ങൾ വരിക. സി പി യുവിനകത്തുള്ള രജിസ്റ്റേഴ്സ് ഓർ സി പി യു ക്യാഷ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഫാസ്റ്റർ എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് അറ്റ് ദ എൻഡ് ഇതെല്ലാം ഡാറ്റയാണ്. ഇതെല്ലാം കമ്പ്യൂട്ടർ മെമ്മറിയിലോട്ട് കയറ്റിയാൽ മാത്രമേ നമുക്ക് ഈ ഡാറ്റ പ്രോസസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ് എന്ത് പറയണേ, വാരിയബിൾസ് എന്ന് പറയുന്നത്. വാരിയബിൾ എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടർ മെമ്മറിയിലോട്ട് ഡാറ്റ കയറ്റാനായിട്ടുള്ള ഒരു ഉപാധിയാണ്. ഇനി ഞാനത് ഒരു പ്രോഗ്രാം ഐ ഡി വെച്ചിട്ട് കാണിച്ചു തരാം. സോ അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ അതിനായിട്ട് ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയുന്ന ഒരു ഐ ഡി ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. വിഷ്വൽ സ്റ്റുഡിയോ കോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീ ഓഫ് സോഫ്റ്റ്വെയർ ആണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. അതൊരു ഒരുമാതിരിപ്പെട്ട എല്ലാ കമ്പനീസും യൂസ് ചെയ്യുന്നതാണ്. കാരണം അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട് അതിനകത്ത്. ഇതിൻ്റെ പെയ്ഡ് വെർഷനും ഉണ്ട്, ബട്ട് സ്റ്റിൽ നമുക്ക് ആവശ്യം ഫ്രീ വെർഷൻ മതി. സോ ഇത് നെറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്താൽ വളരെ എളുപ്പമാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ. ഓപ്പൺ ആയി കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ആയിരിക്കും വരിക. അതിനകത്ത് നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്ന സെക്ഷനാണ് ഈ കാണുന്നത്. പ്രോഗ്രാമിന് നമ്മളോട് പറയാനുള്ള ഔട്ട്പുട്ട് തരുന്ന സെക്ഷനാണ് ഈ കാണുന്ന ടെർമിനൽ എന്ന് പറഞ്ഞിട്ട്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഐ ഡി. മൊത്തത്തിൽ ഇതാണ് ഇതിൻ്റെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഏരിയ. പിന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. നമുക്ക് കോഡ് ഡീബഗ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. സോ നമ്മൾ അതൊന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. സ്റ്റിൽ എന്നൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാം. നമ്മൾ പറഞ്ഞു വന്നത് നമുക്ക് ഡാറ്റ കമ്പ്യൂട്ടർ മെമ്മറിയിലോട്ട് കയറ്റണം. അതിന് ഒരാളുടെ സഹായമാണ് വിച്ച് ഈസ് കോൾഡ് ആസ് വാരിയബിൾ. സോ ഞാൻ പൈത്തൺ പ്രോഗ്രാം ഒരെണ്ണം എഴുതാൻ പോവാണ്. ഏതൊരു പൈത്തൺ പ്രോഗ്രാം ആണെങ്കിലും അത് സേവ് ചെയ്യുന്നത് .py എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം. സോ നിങ്ങൾ ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചുമ്മാ ഒരു വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഡൗൺലോഡ് ചെയ്തിട്ട് വെറുതെ .py എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഉണ്ടാക്കുക ആസ് എ ടാസ്ക്. സോ ഫാർ സോ ഗുഡ്. നമ്മളിനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അഗെയിൻ വാരിയബിളിനകത്താണ്. സോ ഞാനൊരു ഡാറ്റ കമ്പ്യൂട്ടർ മെമ്മറിയിലോട്ട് കയറ്റാണ്. സോ 10 എന്ന് പറയുന്ന ഡാറ്റ എനിക്ക് കമ്പ്യൂട്ടർ മെമ്മറിയിലോട്ട് കയറ്റണം. ഇങ്ങനെ ഞാൻ വെറുതെ അടിച്ചു കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടർ മെമ്മറിയിലോട്ട് കയറുമോ? ഇല്ല, പ്രത്യേകിച്ച് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. എനിക്കത് കമ്പ്യൂട്ടർ മെമ്മറിയിലോട്ട് കയറണമെങ്കിൽ ഞാൻ അവിടെ ഒരാളുടെ സഹായം തേടണം, വിച്ച് ഈസ് കോൾഡ് ആസ് വാരിയബിൾസ്. അതായത് ഞാനൊരു വാരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പേര് അതിന് കൊടുക്കാൻ പറ്റും. അത് സാഹചര്യം അനുസരിച്ചിട്ട് വേണം അത് കൊടുക്കാനായിട്ട്. ഉദാഹരണത്തിന് 10 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ മെമ്മറിക്കകത്ത് കയറുമ്പോൾ, ഇപ്പോൾ ഞാൻ വാരിയബിളിൻ്റെ സഹായത്തോടുകൂടി കയറ്റിയാണ് നമ്പർ ഈക്വൽ ടു 10. ഈ പൈത്തൺ ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 10 എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ, അതായത് റാമിൻ്റെ ഏതോ ഒരു ലൊക്കേഷനിൽ പോയി സേവ് ആയിട്ടുണ്ട്. ആ ലൊക്കേഷന് നമ്മുടെ കമ്പ്യൂട്ടർ ഇട്ട പേരാണ് നമ്പർ. ദാറ്റ്സ് ഇറ്റ്. ഈ 10 എന്ന് പറയുന്ന ഈ നമ്പർ ഒരു ലൊക്കേഷനിൽ സേവ് ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് നമ്പർ. ഇനി ഞാനൊരു സ്റ്റുഡൻറ്റിൻ്റെ നെയിം എനിക്ക് ഒരു ലൊക്കേഷനിൽ സേവ് ആക്കണം. സോ സാഹചര്യം അനുസരിച്ചിട്ട് വേണം നമ്മുടെ വാരിയബിളിന് പേര് നിശ്ചയിക്കാൻ. നെയിം ഈക്വൽ ടു നെയിം എന്ന് പറയുന്ന സ്ട്രിങ് ആണ്, അറേ ഓഫ് ക്യാരക്ടേഴ്സ്. സോ മാനുവൽ. സോ അടുത്ത ഇൻസ്ട്രക്ഷൻ ആണ് നെയിം എന്ന് പറയുന്ന വാരിയബിളിനകത്തോട്ട് നമ്മൾ വാരിയബിളിനകത്തോട്ട് ഒരു സ്ട്രിങ് നമ്മൾ കയറ്റി. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ റാമിനകത്ത് മാനുവൽ എന്ന് പറയുന്ന ഡാറ്റ ഇപ്പോൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ലോഡാവും. ഓക്കെ, അതാണ് ഇതുകൊണ്ട് മീൻ ചെയ്യണത്. ഇനി നമുക്ക് ഈ പറഞ്ഞൊക്കെ കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കണം. സോ പ്രിന്റ് എന്ന് പറയുന്നത് പൈത്തണകത്തുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. അതായത് പൈത്തണ് നമ്മളോട് സംസാരിക്കാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ. ദാറ്റ് ഈസ് കോൾഡ് ആസ് വേർഡ് പ്രിന്റ്. ഇപ്പോൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഈ നെയിം എന്ന് പറയുന്ന വാരിയബിളിൽ ഇനി ഡാറ്റ സേവ് ആയിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് നോക്കണം. സോ ഞാൻ ആ നെയിം ഒന്ന് പ്രിന്റ് ചെയ്യാണ്. വിഷ്വൽ സ്റ്റുഡിയോ കോഡിനകത്ത്
റൺ ചെയ്യാനായിട്ടാണ് ഈ ഈ ഈ എംബ്ലം, ഈ പ്ലേ ബട്ടൺ കൊടുത്തിട്ടുള്ളത്. സോ ഞാനത് റൺ ചെയ്തു. യെസ്, മാനുവൽ പ്രിന്റ് ചെയ്തു. കാരണം നെയിം എന്ന് പറയുന്നതാണ് ഞാൻ ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നെയിം എന്ന് പറയുന്നത്, അതായത് വാരിയബിൾ എന്ന് പറയുന്നത് പ്ലേസ് ഹോൾഡർ പോലെയാണ്. ഇപ്പം നമ്മളിപ്പോൾ വേറെ ഒരു സംശയം വരാം. ഇപ്പോൾ ഈ നെയിം എന്ന് പറയുന്നതിനകത്തോട്ട് ഞാൻ വേറെ 11.25 എന്ന് പറഞ്ഞിട്ട് ഇട്ടിരിക്കുകയാണ്. ഞാൻ എന്നിട്ട് ഇത് റൺ ചെയ്യുമ്പോൾ CPU ഇൻസ്ട്രക്ഷൻസ് ലൈൻ ബൈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞ് ഈ നെയിം എന്ന് പറയുന്ന വാരിയബിൾ നമ്മുടെ റാമിനകത്ത് ഉണ്ടാക്കും. അതായത് നെയിം എന്ന് പറയുന്ന വാരിയബിൾ റാമിനകത്ത് ഉണ്ടാക്കില്ല, ഒരു ലൊക്കേഷൻ അത് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിന് നെയിം എന്ന് പറയുന്നിട്ട് നെയിമിങ് കൊടുക്കും ആ ലൊക്കേഷന്. അത് കഴിഞ്ഞിട്ട് അത് പ്രിന്റ് ആയി അഗെയിൻ. അപ്പോൾ വേരിയബിൾ എന്ന് പറയുന്നത് മാറി. അപ്പോൾ വാരിയബിൾ എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് എപ്പോഴും മാറുന്നുണ്ട്, നമ്മൾ മാറ്റുന്നതിനനുസരിച്ച് മാറുന്ന ഒന്നാണ്. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സാഹചര്യത്തിനനുസരിച്ച് വേണം വാരിയബിളിന് പേര് കൊടുക്കാനായിട്ട്. അടുത്ത ടോപ്പിക്കാണ് ന്യൂമറിക് ആൻഡ് സ്ട്രിംഗ് ഡാറ്റ ടൈപ്സ് ഇൻ പൈത്തൺ. എന്താണ് ഒരു ഡാറ്റ ടൈപ്പ്? നമ്മുടെ ഈ ടോപ്പിക്കിൽ ഏറ്റവും ഹൈലൈറ്റിംഗ് വേർഡാണത്. വാട്ട് ഈസ് എ ഡാറ്റ ടൈപ്പ്? ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താന്ന് പറഞ്ഞു. വാട്ട് ഈസ് എ ഡാറ്റ? ദറ്റ് ഈസ് ഇൻഫോർമേഷൻ. അത് പല രീതിയിലുണ്ട്, പല തരത്തിലുണ്ട്. അത് ബൂളിയൻ ആവാം, ഇൻറ്റിജർ ആവാം, ഫ്ലോട്ടിംഗ് ആവാം, ക്യാരക്ടർ ആവാം, സ്ട്രിംഗ് ആവാം, സെറ്റ് ഓഫ് സ്ട്രിങ്സ് ആവാം. സോ വാട്ട് ഈസ് ടൈപ്പ്? ഞാനീ പറഞ്ഞത് തന്നെയാണ് ടൈപ്പ്. നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് ഇപ്പോൾ 10 ആണെങ്കിൽ അത് എന്താണ് ആ ഡാറ്റയുടെ ടൈപ്പ്? ദാറ്റ് ഈസ് ഇൻറ്റിജർ. ഇപ്പൊ നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് 20 ആണെങ്കിൽ അത് എന്താണത്? അഗെയിൻ ഇൻറ്റിജർ. ഇവിടെ നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് 20.03 ആണെങ്കിൽ വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് ഫ്ലോട്ടിംഗ്. ഇപ്പൊ നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് ട്രൂ, ഞാൻ നേരത്തെ നമ്മുടെ ആപ്ലിക്കേഷൻ യെസ് ഓർ നോ പറഞ്ഞത് ഫോൾസ്, അതെന്ന് പറഞ്ഞാൽ എന്താ? ബൂളിയൻ. നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് നെയിമാണ്, അതെന്ത് തരം ഡാറ്റ ടൈപ്പാണ്? സ്ട്രിംഗ്. സോ എന്ത് തരത്തിലുള്ള ഡാറ്റയാണ് നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറിയിലുള്ളത് അതിനെയാണ് എന്ത് പറയണേ? ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ന്യൂമറിക് അഥവാ നമ്പർ എന്തൊക്കെ വരണമെന്ന് നമ്മൾ പറഞ്ഞു. ഇൻറ്റിജർ ഉണ്ട്, ഇൻറ്റിജർ ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് ഉണ്ട്, FLOATING, ഫ്ലോട്ടിംഗ് പോയിന്റ് ഉണ്ട്. പിന്നെയും കുറേ ടൈപ്പുകളുണ്ട്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈത്തൺ ഒരു പ്രത്യേക കഴിവുണ്ട്. എന്താണ് ആ കഴിവ്? എന്ത് ഡാറ്റ ടൈപ്പാണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന് തന്നെത്താനെ മനസ്സിലാക്കാനുള്ള കഴിവ് അതിനുണ്ട്. അതായത് നിങ്ങൾ നേരത്തെ പ്രോഗ്രാം ചെയ്തപ്പോൾ അതായത് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തപ്പോൾ, ഇതൊക്കെ ഇൻസ്ട്രക്ഷനുകളാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇത് ഇൻറ്റിജർ ആണ്, ഇത് ബൂളിയൻ ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ കോഡിനകത്ത് എവിടെയെങ്കിലും അത് പറഞ്ഞോ? ഇല്ല. നമ്മൾ 20 എന്ന് പറയുന്ന ഇൻറ്റിജർ ഒരു വാരിയബിളിനകത്തോട്ട്, അതായത് ഒരു മെമ്മറിയിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ പൈത്തൺ അത് ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കിക്കൊണ്ടാണ് പ്ലേസ് ചെയ്യണത്. എന്ത്? ഇത് ഇൻറ്റിജർ ആണ് എന്നുള്ളത്. ഇതിന് ഇത്രയും സ്ഥലം വേണം. ഡാറ്റയ്ക്ക് സ്ഥലം വേണമല്ലോ, കാരണം നമ്മുടെ സിനിമ 1 GB ഉണ്ട്, 2 GB ഉണ്ട്. ഇപ്പൊ ഡാറ്റ എന്ന് പറയുന്നത് ഇപ്പൊ 20 എന്ന് പറയുന്ന ഡാറ്റയ്ക്ക് ഒരു ഇതിനൊക്കെ ബൈറ്റ് ടെൻസിലായിരിക്കും പറയാം. ഇപ്പൊ നമ്മളിപ്പോ ഇത്രയും വലിയൊരു ഡാറ്റയാണ്, ഇത്രയും വലിയൊരു ഇൻറ്റിജർ ആണ് നമ്മൾ സേവ് ചെയ്യുന്നതെങ്കിൽ അതിനെടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ആരെ കമ്പയർ ചെയ്യുമ്പോൾ? ഈ കാണുന്ന 20നെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ മെമ്മറിയിൽ പ്ലേസ് ചെയ്യുന്നതിനും ഒരു പ്രത്യേക രീതിയൊക്കെ ഉണ്ട്. അതൊന്നും ഞാനിപ്പോൾ പറയണില്ല. അതൊക്കെ മെമ്മറി അലൈൻമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ബട്ട് ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ടൈപ്പ് ഡാറ്റയാണ്, വെദർ ഇറ്റ് ഈസ് എ സ്ട്രിംഗ് ഓർ എ ക്യാരക്ടർ ഓർ എ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ്, എന്ത് തരാണെങ്കിലും അത് പൈത്തൺ മനസ്സിലാക്കിക്കൊണ്ട് അത് സേവ് ചെയ്യാനുള്ള കഴിവ് പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനുണ്ട്. കുറച്ചുകൂടി വ്യക്തമാക്കുകയാണെങ്കിൽ യൂസറിന് അത് സ്പെസിഫിക്കലി ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം പൈത്തൺ അത് ഓട്ടോമാറ്റിക്കലി ചെയ്തോളും. പിന്നെ വീണ്ടും നമ്മളായിട്ട് അത് ഡിഫൈൻ ചെയ്യാനോ അതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. പൈത്തൺ ഓട്ടോമാറ്റിക്കലി ഇത് എന്ത് ഡാറ്റയാണെന്ന് മനസ്സിലാക്കിക്കോളും. ഇത് സ്ട്രിംഗ് ആണോ, ഇത് ക്യാരക്ടർ ആണോ, ഇത് ബൂളിയൻ ആണോ,
ഇൻറ്റിജർ ആണോ ഫ്ലോട്ടിംഗ് ആണോ. സോ ഈ ഇൻറ്റിജർ, ഫ്ലോട്ടിംഗ്, ഈ ബൂളിയൻ, ഇതിനെല്ലാത്തിനെയും നമ്മൾ പറയുന്ന പേരാണ് ഡാറ്റ ടൈപ്പ്. ഇറ്റ് ഈസ് കോൾഡ് ആസ്, ഫ്രം ദ നെയിം itself we can say what is the type of the data which we are placing in the computer memory or the variable holding. സോ നമ്മൾ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് കണ്ടു. അടുത്തത് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ഡാറ്റ ടൈപ്പിൽ നമ്മളൊന്നും കൂടി ഫോക്കസ് ചെയ്യാണ്. സോ നമ്മൾ സ്റ്റാർട്ടിങ് വിത്ത് ഇൻഡെക്സിങ്. ഇൻഡെക്സിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പറിങ് തന്നെയാണ് ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു എ സ്ട്രിങ് ഇസ് നത്തിങ് ബട്ട് എ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ്. സോ ഞാൻ ഈ എക്സാമ്പിൾ, അതായത് സിമ്പിൾ ഈ ഒരു സ്ട്രിങ് ഞാൻ എടുക്കുകയാണ്, ഈ പൈത്തൺ എന്ന് പറയുന്ന ഈ സ്ട്രിങ്. ഈ പൈത്തൺ എന്ന് പറയുന്ന സ്ട്രിങ്ങിനകത്ത് നിങ്ങൾ ഈ പി എന്ന് പറയുന്നത്, അതായത് പൈത്തൺ ലാംഗ്വേജ് എപ്പോഴും എണ്ണുന്നത് നമ്മളെങ്ങനെയുണ്ടാവും, 1 2 3. പൈത്തൺ വിൽ ഓൾവേസ് സ്റ്റാർട്ട് ഫ്രം 0 1 2 3 0 1. ദെൻ ടി എന്ന് പറയുന്നത് 2 ആയിരിക്കും, 2 3 4 5. ഓക്കെ, പൈത്തൺ എപ്പോഴും 0 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇതാണ് ഒരു ടൈപ്പ് ഇൻഡെക്സിങ്. വി ക്യാൻ ഓൾസോ കോൾ ഇറ്റ് ബൈ ദ നെയിം ഫോർവേഡ് ഇൻഡെക്സിങ്. ഇനി അടുത്ത ടൈപ്പ് ഇൻഡെക്സിങ് ആണ് റിവേഴ്സ് ഇൻഡെക്സിങ്. നമുക്ക് 1 2 3 4 5 എന്ന് എണ്ണ അറിയാം, തിരിച്ചെണ്ണ അറിയില്ലേ നമുക്ക്, 5 4 3 2 1. അതുപോലെ തന്നെ പൈത്തണും കഴിവുണ്ട്. പക്ഷെ പൈത്തൺ തിരിച്ചെണ്ണുന്ന ഒരു പ്രത്യേകതയുണ്ട്. പൈത്തൺ നമ്മൾ എണ്ണി പോലെയല്ല, മറിച്ച് ഏറ്റവും അവസാനത്തേന് അത് -1 എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. -1. ഇതെന്ന് പറയുന്നത് -2, ഇതെന്ന് പറയുന്നത് -3. അപ്പോൾ -1 ആണ് പെന്നിന്ന് എണ്ണുമ്പോൾ ഫസ്റ്റ് എലമെന്റിന് കൊടുക്കുക, മുൻപിന്ന് എണ്ണുമ്പോൾ 0. ഇതിനൊരു പ്രത്യേകം പേരിട്ട് വിളിക്കും, റിവേഴ്സ് ഇൻഡെക്സിങ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. സോ ഞാനിത് ഒരു പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് കാണിക്കാം. അതിനായിട്ട് ഞാൻ ഐ ഡി എടുക്കാം. സോ ഐ ഡി ഓപ്പൺ ആണ്. ഞാനൊരു സ്ട്രിങ് ഒരു വാരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യാൻ പോവാണ്. സോ ഞാൻ ആ സ്ട്രിങ്ങിൻ്റെ പേരാണ് ഇൻഡെക്സിങ്, ആ വാരിയബിളിൻ്റെ പേരാണ് ഇൻഡെക്സിങ്. അടുത്ത വേർഡ് സോ അണ്ടർസ്കോർ ടു സ്ട്രിങ് വിച്ച് ഇൻ ടേംസ് ഈക്വൽ ടു സ്ട്രിങ് ആണ്, ഡബിൾ കോട്ട് വെച്ചിട്ട് വേണം പറയാൻ. സോ സ്ട്രിങ് മാനുവൽ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ റാമിനകത്ത് ഇൻഡെക്സിങ് എന്ന് പറയുന്ന പേരോടുകൂടി സേവ് ചെയ്തു. ഇനി ഞാൻ മാനുവലിന് എന്തോ ഓപ്പറേഷൻ ചെയ്യണമെങ്കിലും എനിക്ക് സ്ട്രിങ്ങിനകത്ത് കയറി ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പം ഞാൻ സ്ലൈസിങ് ഓപ്പറേഷൻ കാണിക്കാൻ പോവാണ്. സ്ലൈസിങ് ഓപ്പറേഷൻ കാണിക്കാനായിട്ട് എനിക്കത് ഡിസ്പ്ലേ ചെയ്യണം. സോ ഞാൻ പ്രിൻ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഇൻഡെക്സിങ് സ്ട്രിങ്, ഇത് ഓട്ടോ ആയിട്ട് വരും. ഈ ഐ ഡിയുടെ പ്രത്യേകതയാണ്. ഞാൻ പറഞ്ഞു 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഐ ആം പുട്ടിങ് ഇറ്റ് ആസ് 0. ഇൻഡെക്സിങ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും, സ്ക്വയർ ബ്രാക്കറ്റ് വെച്ച് എൻഡ് ചെയ്യും. ഈ കൊടുത്തിട്ടുള്ളതാണ് ഇൻഡെക്സ്. ഇനി നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് എം എന്ന് പറഞ്ഞു വന്നു, ഒന്നുമില്ല, 2 0 1 2. അപ്പോൾ എന്ത് പ്രിന്റ് ചെയ്യണം, M0 A1 2N, എന്നെ പ്രിന്റ് ആവണം. കറക്റ്റ്, എന്നെ പ്രിന്റ് ആയി. ഇനി നമുക്ക് വെറുതെ ഒരു രസത്തിന് ഒരു ടെസ്റ്റ് കേസ് നമുക്ക് എഴുതാം. അതായത് 100 എന്ന് അടിച്ചു നോക്കാം. 100 എന്ന് പറഞ്ഞ ഇൻഡെക്സ് ഇതിനകത്ത് ഇല്ല, 0 to 5 ഉള്ളൂ. 0 1 2 3 4 5. പക്ഷെ 100 ആണ് ഇട്ടിരിക്കണേ. ഞാൻ അതൊന്ന് റൺ ചെയ്ത് നോക്കി, വന്ന എറർ ശ്രദ്ധിച്ചാൽ കാണാം, ഇൻഡെക്സ് ഔട്ട് ഓഫ് റേഞ്ച്. കാരണം അങ്ങനെ ഒരു ഇൻഡെക്സ് ഇല്ല അതിന്. ഇനി നമ്മൾ നേരെ തിരിച്ച് പറയാണ്, -1 റിവേഴ്സ് ഇൻഡെക്സിങ്. -1 എന്ന് പറഞ്ഞപ്പോൾ L പ്രിൻ്റായി,
-2. യെസ്, ഇറ്റ് ഈസ് ഇ. സോ ഇത്രയേ ഉള്ളൂ ഇൻഡെക്സിംഗ് ഉദ്ദേശിക്കണേ. നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ്ങിനകത്തു നിന്നുള്ള ഓരോ വാല്യൂസിന് എടുക്കുന്ന, അതായത് നമുക്ക് ഇന്ന ഇൻഡെക്സിൽ എന്താണ് ഉള്ള പരിപാടിയാണ് സ്ട്രിങ് ഇൻഡെക്സിങ്. ഓക്കെ, ഇനി ഇപ്പോൾ ഒരാൾ പറയുകയാണ് ഈ ഇൻഡെക്സ് വേറൊരു വേരിയബിളിലോട്ട് സേവ് ചെയ്തിട്ട് അത് എനിക്ക് പ്രിന്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്നെങ്ങനെയായിരിക്കും അത് ചെയ്യാം? ഇൻഡെക്സിങ് എന്ന് പറയുന്ന ആ ഡാറ്റ വേറൊരു മെമ്മറി ലൊക്കേഷനിൽ സേവ് ചെയ്യണം. അപ്പം ഞാനതിനെ സിംഗിൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഇപ്പോൾ സിംഗിൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ആയി. അതിനകത്തോട്ട് ഇൻഡെക്സ് സ്ട്രിങ്ങിൻ്റെ -1, അതായത് ഇ എന്ന് പറയുന്ന ക്യാരക്ടർ ഈ മെമ്മറി ലൊക്കേഷനകത്തോട്ട് കയറി പോവാണ്. എന്നിട്ട് ആ മെമ്മറി ലൊക്കേഷനകത്തുള്ള വാല്യൂ പ്രിന്റ് ചെയ്യാനായിട്ട് സിംഗിൾ ഇൻഡെക്സ് കൊടുത്തു, സേവ് ചെയ്തു, Ctrl+S റൺ ചെയ്തു. സോ ഈ പ്രിൻ്റായി. സോ എങ്ങനെ വേണമെങ്കിൽ നമുക്കിത് മാനിപ്പുലേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ മാനുവലിന് പകരം നിങ്ങളിപ്പോൾ MAN ആണ് കൊടുത്തതെങ്കിൽ -1 -2 AN ആയിരിക്കും ഔട്ട്പുട്ട് വരിക. യെസ്, A. That's all about string indexing. The topic ആണ് slicing. What do you mean by slicing? Simply ഈ ഒരു string എടുക്കുക. A string is nothing but a set of characters. What is the slice of explore? What is a slice? Give me an example of a slice. ഇത് ഞാൻ സ്ലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു പോർഷൻ ഇതിൽ നിന്ന് എടുക്കുന്നതിനാണ് സ്ലൈസ് ചെയ്യാന്ന് പറയാം. എക്സ്പ്ലോറിൻ്റെ ഒരു സ്ലൈസ് എന്ന് പറയുന്നത് എന്താവാം? EXP ആവാം, അല്ലെങ്കിൽ EX ആവാം, അല്ലെങ്കിൽ LO ആവാം, RE ആവാം. അതായത് ഓരോരോ കോമ്പിനേഷൻസ്. ഇതിനെയാണ് എന്ത് പറയണേ? സ്ലൈസ് എന്ന് പറയുന്നത്. ഒരു വലിയ പോർഷൻ്റെ ഒരു ചെറിയ ഭാഗം. അപ്പോൾ എങ്ങനെ സ്ട്രിങ് സ്ലൈസിങ് നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് നമ്മളിനി അടുത്തതായിട്ട് നോക്കാൻ പോണത്. സോ അതിനായിട്ട് നമ്മൾ IDE എടുക്കുകയാണ്. സോ ഞാൻ IDE ക്ലിയർ ചെയ്യുന്നു, ടെർമിനൽ ക്ലിയർ ചെയ്യുന്നു. സോ ദിസ് ഈസ് അവർ IDE. സ്ട്രിങ് സ്ലൈസിങ് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു സ്ട്രിങ്ങിനെ മെമ്മറി ലൊക്കേഷനിലോട്ട് കയറ്റണം. സോ ഐ നീഡ് എ വാരിയബിൾ ആൻഡ് ഓൾസോ ഐ വോണ്ട് ടു ഗീവ് എ proper name for the variable. So I'm just giving it as string slicing. 2 വേർഡ്സ് ഉണ്ട്, അതുകൊണ്ട് അണ്ടർസ്കോർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ സ്ട്രിങ്ങിനെ മാനുവൽ എന്ന് വിളിച്ചു. സ്ട്രിങ് സ്ലൈസിങ് എന്ന് പറയുന്ന പേരുള്ള ഒരു മെമ്മറി ലൊക്കേഷനിലെ മാനുവൽ എന്ന് പറയുന്ന ഡാറ്റ കയറിയിരിക്കുന്നു. ഞാൻ സേവ് ചെയ്തു Ctrl+S വെച്ചിട്ട്. ഇനി എനിക്ക് സ്ലൈസിങ് കാണിക്കുക എന്നുള്ളതാണ് ഇനി അടുത്തത്. സോ പ്രിൻറ്റ്, ഞാൻ ഈ മാനുവൽ എന്ന് പറയുന്നതിനെ സ്ലൈസ് ചെയ്യാണ്. അതിനു മുമ്പ് ഞാൻ ഇതൊന്ന് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? സിംപ്ലി നമുക്കറിയാൻ പറ്റും, വിൽ ബി ദ ഫുൾ സ്ട്രിങ് ആണ് വരിക. നേരത്തെ നമ്മൾ ഇൻഡെക്സിങ് കണ്ടു. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്? M. ഇനി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഓരോരോ വാല്യൂവിന് എടുക്കുന്നതാണ് ഇൻഡെക്സിങ് എങ്കിൽ, സ്ലൈസിങ് എന്ന് പറഞ്ഞാൽ ഒരു പോർഷനാണെന്ന് ഞാൻ പറഞ്ഞു. സോ ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാർട്ടിങ്ങും വേണം, എൻഡിങ്ങും വേണം. സ്റ്റാർട്ട് ഈസ് 0. ഞാൻ ഒരു സ്ലൈസ് എടുക്കുകയാണ്. ഇനി ഞാൻ, അതായത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇൻഡെക്സിങ്ങിൻ്റെ പോലെ തന്നെ ഒരാളും കൂടി ഇനി ഞാനൊന്ന് പ്രിൻ്റ് ചെയ്യുന്നു. MA, that is 0, 1, that is starting is 0, that is M is 0, A is 1 and N is 2. അപ്പോൾ 0 തൊട്ട് 2 വരെ 2 ഇൻക്ലൂഡഡ് അല്ല. 0 തൊട്ട് 2 വരെ 2 ഇൻക്ലൂഡഡ് അല്ല. അതായത് ആദ്യം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ഇൻഡെക്സ് തൊട്ട് എൻഡ് ഇൻഡെക്സ് വരെ, പക്ഷേ എൻഡ് ഇൻഡെക്സ് ഇൻക്ലൂഡഡ് അല്ല. അങ്ങനെ വേണം അത് ചിന്തിക്കാൻ. അതുകൊണ്ടാണ് N വരാതിരുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഒരു സംശയം ഒന്നുകൂടി തീർക്കാനായിട്ട് നമുക്ക് 1 തൊട്ട് 4 വരെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, 1 എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ? A എന്നാണ് സ്റ്റാർട്ട് ചെയ്യണേ. 1 is A, N is 2, U is 3, E is 4. As per definition, end index included അല്ല. So output should be ANU. Correct? ANU. ഓക്കെ, ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത്. ഇൻഡെക്സിങ്ങിൽ ഒരു എലമെൻറ്റും കൂടിയും കയറ്റാം. ദാറ്റ് ഈസ് കോൾഡ് ആസ് സ്റ്റെപ്പ്.
സ്റ്റെപ്പ്. അപ്പോൾ അത് നിങ്ങളുടെ ഒരു ഹോംവർക്കാണ്, എങ്ങനെ ഇൻഡെക്സിങ്ങിനകത്ത് സ്റ്റെപ്പ് സൈസും കയറ്റാം. സോ ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യണം അവിടെ, ഹൗ ടു ആഡ് സ്റ്റെപ്പ് സൈസ് ഇൻ ഇൻഡെക്സിങ്, സോറി സ്ലൈസിങ്. സ്ലൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെക്സിങ്ങിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വെർഷൻ. ഇൻഡെക്സ് ചെയ്യുമ്പോൾ ഒരെണ്ണം, സ്ലൈസ് ചെയ്യുമ്പോൾ ഒരു കൂട്ടം. സോ ദാറ്റ്സ് അബൌട്ട് സ്ലൈസിങ് ഓപ്പറേഷൻ. ഇനി അടുത്തതാണ് കോൺകാറ്റിനേഷൻ. കോൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആളെ കൂട്ടിച്ചേർക്കുന്ന പരിപാടിയാണ് കോൺകാറ്റിനേഷൻ. രണ്ട് ആളുകൾ, നമ്മുടെ കേസ് സ്ട്രിങ് ആണ് മൊത്തം, അതായത് MAN പ്ലസ് UEL, ഇതൊരു സ്ട്രിങ് ആണ്, ഇതൊരു സ്ട്രിങ് ആണ്. ഇത് രണ്ടും കൂടി ചേർന്നാൽ എന്താവും? മാനുവൽ. ഇത്രയുള്ള കോൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ. ഒരു എക്സാമ്പിൾ വെച്ച് കാണിക്കാം, ക്ലിയർ ചെയ്യാണ്. ഞാൻ പുതിയൊരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്, കോൺകാറ്റ് string which in terms equal to string 1 എന്നും കൂടി കൊടുക്കുകയാണ്. അടുത്ത വേർഡാണ്, സോ ഞാൻ അണ്ടർസ്കോർ യൂസ് ചെയ്തു, MAN Control A, all select, Control C, 1 മാറ്റി 2. അടുത്ത ഒരു കോമ്പിനേഷൻ UEL. ഇനി ഞാൻ കോൺകാറ്റിനേഷൻ ഓപ്പറേഷൻ കാണിക്കാൻ പോവാണ്. പ്രിന്റ് Control C, Control V പ്ലസ് Control C, Control V. ഫൈൻ. ഇനി എന്താണ് ഔട്ട്പുട്ട് വരുന്നത് നമുക്ക് നോക്കാം. ഞാൻ ടെർമിനൽ ഒന്ന് ക്ലിയർ ചെയ്യാണ്. സോ കോൺകാറ്റിനേറ്റഡ്. നിങ്ങൾ ഔട്ട്പുട്ട് നോക്കുമ്പോൾ കാണാം അത് മാനുവലായി മാറി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്ട്രിങ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ചുമ്മാ കാണിക്കാം. ഇനി എന്താണ്, സോ കോൺകാറ്റിനേറ്റഡ് ആയി. ഇനി കോൺകാറ്റിനേറ്റഡ് സ്ട്രിങ്ങിൻ്റെ ഓക്കെ, ഞാൻ ചുമ്മാ ഒരു ടാസ്ക് കൂടി പറയാണ്. ഇപ്പോൾ ഈ കോൺകാറ്റിനേറ്റ് ചെയ്തത് ഡയറക്റ്റ്ലി കൺസോളിൽ കാണിക്കാതെ ഒരു ടെർമിനലിൽ കാണിക്കാതെ ഞാനൊരു വേറൊരു മെമ്മറി ലൊക്കേഷനിൽ പ്ലേസ് ചെയ്യാണ്. ആൻഡ് ഐ എം കോളിംഗ് ഇറ്റ് ബൈ ദ നെയിം ഫൈനൽ റിസൾട്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ ആദ്യത്തെ 3 അക്ഷരം കാണിക്കണം. സോ പ്രിന്റ് ഫൈനൽ റിസൾട്ട്. ഇത് പ്രിന്റ് ചെയ്ത് എന്ത് കാണിക്കും? എല്ലാം കാണിക്കും. എല്ലാമാണോ കാണിക്കേണ്ടത്? അല്ല, ആദ്യത്തെ 3 എണ്ണം. സോ നമുക്ക് ഇൻഡെക്സിംഗ് ആണോ സ്ലൈസിംഗ് ആണോ വേണ്ടത്? വി നീഡ് സ്ലൈസിംഗ്. സോ സ്ലൈസ് ചെയ്യാനായിട്ട് ആദ്യത്തെ 3 എണ്ണം. അപ്പം എവിടെ തൊട്ട് എവിടെ വരെ വേണം? 0 to 3 ആണോ? അല്ല, ലാസ്റ്റ് എലമെന്റ് ഇൻക്ലൂഡഡ് അല്ല. സോ 0 to 4, ആദ്യത്തെ 3 എണ്ണം. ദാറ്റ് ഈസ് നൗ ദ ഔട്ട്പുട്ട് വിൽ ബി 4. സോറി, സോ ദ ഔട്ട്പുട്ട്, അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 4 എണ്ണമാണ് വന്നത്. 0 1 2 3 4. സോ സോറി 0 എന്നാണ് ഇൻഡെക്സ് ചെയ്യണേ. അപ്പോൾ നമുക്ക് സോ ദ ഔട്ട്പുട്ട് ഈസ് കറക്റ്റ്. സോ ഇത്രയേ ഉള്ളൂ സ്ലൈസിങ്, ഇൻഡെക്സിങ് ആൻഡ് കോൺകാറ്റിനേഷൻ. നമുക്കിനി അടുത്ത ടോപ്പിക്ക് പോകാം. അടുത്ത ടോപ്പിക്കാണ്